ഈ വരുന്നത് പൂച്ചക്കുട്ടികളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റിയത് പൂച്ചക്കുട്ടികളല്ലത് കാട്ടിലെ രാജാക്കന്മാരനെയാണ്. കെനിയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് മസൈമറ ഫോറസ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. 1.5 ലക്ഷം ഹെക്ടേഴ്സ് ആട്ടോ ഇതിന്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത്. ചെക്ക് പോസ്റ്റിലെ കൈമടക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ വണ്ടിന്റെ കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങിട്ടോ. ഇനി നേരിൽ കാണാൻ ഒരു മൃഗങ്ങളും ബാക്കിയില്ല. ദുനിയാവിലുള്ള എല്ലാ മൃഗങ്ങളും നമ്മൾ കണ്ടിട്ട് അവിടുന്ന് പോകുന്നത്. അവിടുത്തെ സ്കൈയും അതേപോലെ തന്നെ ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പടച്ചോ അത്രയും അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് അതെന്നുള്ളത്. ഞങ്ങളെല്ലാവരും മാറി മാറി ക്യാമറയിൽ എല്ലാ മൃഗങ്ങളും ഒപ്പിയെടുത്തു. അതിനുശേഷം ഒന്ന് വിശക്കാൻ വേണ്ടി പല പുള്ളപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വന്നു. പല തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സാഹചര്യം ആദ്യമായിട്ടോ. ഒരു സിംഹത്തിന് മുമ്പിലൊക്കെ ഇരുന്ന് ഒരു മീൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഭാഗ്യം വേറെ തന്നെ. വന്യമൃഗങ്ങളെയും കാടുകളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈഫിൽ ഒരു വട്ടെങ്കിലും ഒന്ന് പോയിരിക്കേണ്ട സ്ഥലമാണ്. നമ്മൾ കയറിയിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൃഗങ്ങളെ നമ്മൾ അകത്താക്കുന്നാണ് പറയപ്പെടുന്നത്. ഇനി പറയപ്പെടുന്നത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് അടിച്ച് നോക്കാനും പറ്റില്ല, കാരണം ജീവൻ പോണ കേസാണ്. ഈ വെള്ളത്തിൽ കാണുന്നൊക്കെ ഇപ്പൊട്ടമാസാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സിംഹം വിശ്രമിക്കുന്നത് കണ്ടു. തൊട്ടപ്പുറത്ത് തന്നെ വാരിയിൽ കാണാനിടയായി. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പോത്തിന്റെ വാരിയിലാണെന്ന്. മൂപ്പര് ലഞ്ച് കഴിച്ചതാണ്. ഇതാണ് ജോൺ. ഇവരെ കയ്യിലൊക്കെ കത്തി ഉണ്ടാവട്ടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി. ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് ബീഫ് കഫ്തയും പാസ്തയും സാലഡ്സ് ഒക്കെ കഴിച്ചിട്ടോ. മൃഗങ്ങളെ കണ്ട് മടുക്കും എന്നുള്ള കാര്യം മാത്രം പേടിച്ചാൽ മതി. അത് കഴിഞ്ഞ് സൺസെറ്റ് ആവാനായി. ആ സമയത്ത് എന്താ പറയുക, വല്ലാത്തൊരു ബ്യൂട്ടിയാണ് പടച്ചോ നാടിനെ കൊടുത്തിട്ടുള്ളത്. അത്രയും ഭംഗിയാണ്. ഇരുട്ടാവാനായപ്പോഴേക്കും ഞങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് പാട്ടൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഡാൻസും പാട്ടും അതേപോലെ തന്നെ വലിയൊരു ഷീപ്പിനകത്ത് ഞങ്ങൾക്ക് ട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരെ ഹോസ്പിറ്റാലിറ്റി സ്നേഹം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര അടിപൊളിയാണ്. കഴിച്ച ഓരോ ഭക്ഷണം അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. 3ാമത്തെ ദിവസത്തെ കാഴ്ചകളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.